ദമയന്തി, ഇരിക്കാൻ വേറെ സ്ഥലം കിട്ടിയില്ലോടി. ഞാൻ പോണു ദമയന്തി. അയ്യോ നീ നില്ല, ഇതും കുത്തിച്ചോണ്ട് ഞാനിവിടെ വരാം. നീ പോരെ, ഞാൻ പോണം. പെണ്ണുമ്പളെ നിങ്ങളുടെ ശൃംഗാരമൊക്കെ പിന്നെ ഇവിടെ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുക. ചാനിയൻ ഇടുമങ്ങി ഇടാന്. ഓ, ഈ മാമച്ചായന്റെ ഒരു ശൗര്യം കണ്ടാട്ടെ. ദമയന്തി, ദൈവത്തെ വിചാരിച്ച് എന്റെ മാനം കളയരുത്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്നു കയറിയ ആളുകൾ അതും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ വെച്ചു തന്നാൽ എടുക്കണേ. ദമയന്തി വേറെ ജനിച്ചുണ്ടാവണം. മാമച്ചായൻ എന്താ അത് കൈകൊണ്ടൊന്ന് എടുത്തു തന്നാല്? ഇത് ഞാൻ പടത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവയ്ക്കും. അന്ന് തന്ന കാശും പടത്തിന്റെ മുമ്പിൽ തന്നെ വെച്ചേക്കുക. മാമച്ചായൻ അറിയാൻ മേല എന്റെ മനസ്സിൽ മാമച്ചായനോട് എങ്ങനെയാണ്. എന്നാ ഞാൻ ഇറങ്ങുന്നേ മാമച്ചായ. ഉറക്കാണോ? അല്ല. എന്താ വേണ്ടെന്ന് വെച്ചാ പറയുന്നടാ. എന്താ? എടാ ചിത്ര, നീ പറയടാ. ഇന്ന് സ്റ്റാമ്പിന്റെ കാശ് എടുക്കണം. സ്റ്റാമ്പ്? എന്തോന്ന് സ്റ്റാമ്പ്? ക്ഷയരോഗ സ്റ്റാമ്പ്. നാളെ കൊടുക്കാന്ന് പറ. ഇന്ന് കൊടുക്കണം. ഇല്ലല്ലോ. ഇല്ലേ പള്ളിക്കുർത്തി കേറ്റില്ല. എന്റെ കാശുണ്ടോ? എന്തേലുണ്ട്. എന്നാ പിന്നെ എടുത്ത് കൊടുത്തൂടെ? കാലത്ത് ഒരു പൊണ്ണക്കാര്യം പോലെ ക്ഷയരോഗ സ്റ്റാമ്പ്. പോയില്ല. ഇതെന്തോന്ന് നിപ്പ്? എനിക്കറിയാം എന്താ അങ്ങ് മൗനിയായി പോയതെന്ന്. എന്താണെന്നറിയാം? എന്തോ എന്റെ വിചാരം? മറ്റേ ആ എന്തിയാനി പോയതിന്റെയാണോ? അല്ലേ പിന്നെന്താ? അന്നോട്ടാണല്ലോ മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാണ്ടായത്. കള്ളൂടി പോലും ഇല്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ല. അവള് പോയതിന്റെ സുഖം എനിക്കേ അറിയാവൂ. എല്ലാം എന്റെ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. അങ്ങനെയൊന്നും ഒരവള് വിചാരിച്ചാലും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഇതെന്തോന്ന് അനാവശ്യം കാണിക്കുന്ന പെണ്ണുപിള്ളേ? എന്റെ
അല്ലേ അന്നവാ, അതിലൊന്നും ജോലി പൊട്ടിക്കണ്ട. അയ്യോ, ഞാനത് ഓർത്തില്ല. ഇവിടെ ഇപ്പൊ ആരും തൂക്കം തുറക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും ഇറങ്ങി പോയി തരാം. നീ എന്നും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്നെ വരട്ടി കാശടിക്കാനാണ് നാട്ടുകാരുടെ സംസാരം, അറിയാമോ? ഞാൻ എന്തെങ്കിലും അച്ചായനോട് എന്തേലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതാ, അത് നമുക്കല്ലേ അറിയാവൂ. നമ്മൾ അറിഞ്ഞാ മതി. അച്ചായൻ എന്നോടെന്താ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്നേ? നീ അല്ലേ കണ്ണിച്ചോരയില്ലാതുള്ള കളി കളിക്കുന്നേ? ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഓടിക്കേറി വരുന്നത് കൊണ്ടാണോ? അതെനിക്ക് കാണാതിരിക്കാൻ മേലാഞ്ഞിട്ട്. എന്നാൽ ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണണമെന്ന് അച്ചായന് തോന്നിയില്ലല്ലോ? കാണുന്നുണ്ടല്ലോ. ഓ, അതെന്തോന്ന് കാണല്ലേ? എന്റെ വീട് വരെ ഒന്ന് വന്നാലെന്താ, ചെരുപ്പ് തേഞ്ഞു പോകുമോ? ഇല്ലല്ലോ. വഴി അറിഞ്ഞൂടാന്ന് ഏതായാലും പറയത്തില്ലേ? ഇന്ന് വരാതിരുന്നാലാ. എന്റെ ആയുസ്സില് ഒറ്റ പ്രാണിയോട് ഞാനിങ്ങനെ കാല് പിടിച്ച് പറഞ്ഞിട്ടില്ല. വന്നില്ലേ, നേരം വെളുക്കുമ്പം എന്റെ പ്രേതം കിടക്കി കിടക്കും. എടി, നീ അടുപ്പിൽ തീയത്തുന്നുണ്ടോ നോക്ക്. ഉണ്ട്. ഇവിടെ ഇരുന്നോണ്ട് കൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചാലും നടക്കും. എടി പെണ്ണെ, പോയി അടുപ്പ് തീയത്തുന്നില്ലെങ്കിൽ 2 ചൂട്ട് വെച്ച് അരിച്ചു കൊടുക്കും. അങ്ങേർക്ക് വെട്ടി തിളയ്ക്കണം. ചായ. ഇതിനിടയ്ക്ക് ഇത് എപ്പോ പോയി കുളിച്ചു? വെളുപ്പിന് ആദ്യം ഈ മുറി അടിച്ച് വൃത്തിയാക്കി, പിന്നെ പോയി അടിച്ചു കുളിച്ച് തിരിയും കത്തിച്ചു വെച്ചു. അയ്യോ, ഭാമിനി, എടി ഭാമേ, ഓ ഒന്നിങ്ങ് വന്നേ. ആ, അതവിടെ കിടന്നോട്ടെ. അയ്യേ, എടി ദേ ആ കിടക്കുന്ന എല്ലി കഷ്ണം അങ്ങെടുത്ത് കള. എടി അവിടെ ഒന്ന് തുടച്ചു വിട്ടേരെ. പഠിക്കുകയാണോ? 10ലാ, അടുത്ത ആഴ്ച പരീക്ഷയാ. അത്രയൊക്കെ ഇവളെ ആക്കിയെടുക്കാൻ സാധിച്ചത് എന്റെ ഒരു മിടുക്കും ദൈവാധീനമാണ്. തോടാൻ നോക്കി നിന്ന പോലെ. അതിന്റെ ലക്ഷണം അറിയാവോ? എന്താ? ഏറ്റവും വലിയ ശുഭലക്ഷണമാ. ഇതിനേക്കാൾ വലിയ ലക്ഷണമില്ല. അപ്പൊ അന്ന് ബന്ധപ്പെട്ടതോ? ഓ, അത് വെറുതെ. സത്യത്തിൽ ഇന്നലെയാ നമ്മുടെ ബന്ധം തുടങ്ങുന്നത്. അത് ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? അങ്ങോട്ടോ? അതെന്നേ തുടങ്ങിയതാ. പിന്നെ ദമയന്തി, ഇഷ്ടം കൊണ്ടാ, അതെനിക്കിപ്പോ അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇനി നീ മില്ലി വന്ന് എന്നെ കാണണം. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ആഴ്ചയിലൊരിക്കലേ, അതെ, ആഴ്ചയിലൊരിക്കലേ ഞാൻ വന്ന് കണ്ടോളാം. എല്ലാ അച്ഛന്റെ ഇഷ്ടം.
ടാറ്റ പറ മോനെ. ഡാഡിക്ക് ടാറ്റ പറ. എന്തോന്നാ അച്ഛാ ഇത്? പരസ്യമായിട്ടങ്ങ് വെച്ചു കിടത്തുകയാണല്ലോ. അല്ലാതെ ഇനിയിപ്പോ രഹസ്യമായിട്ടും തോന്നുന്നു. അല്ലേ? ഇതൊക്കെ വിധിയാ പവിത്ര. ആ, ആ, അതത്രേ ഉള്ളൂ. എന്നാ അച്ചായം പൊക്കോ. കണ്ടപ്പോഴെങ്ങാ ഒന്നും ചോദിക്കാതെ പോകുന്നെന്ന് വിചാരിച്ച് ചോദിച്ചതാ. നമ്മുടെ പെമ്പ്രന്നോത്തിക്ക് സുഖമാന്നേ. ഓ, അയ്യോ, മോട്ടിക്കുന്നതാ. വാച്ചും മാലയും ഒക്കെ ആയിട്ട് എവിടെ ഒരു നല്ല ഫോണ് കിട്ടിയിട്ടുണ്ട്. അതാ. അങ്ങനെയാണെ അത് പരസ്യമായിട്ടിട്ടുണ്ട് നടക്കും. അതിന്നിപ്പോ അച്ചായനെ കാണിക്കാൻ വേണ്ടിട്ടിട്ടതായിരിക്കും. കണ്ണുകടി സഹിയാൻ. എന്റെ അച്ചായൻ നോക്കിക്കോ, ഒരു ദിവസം എല്ലാം കൂടെ പോലീസ് ഒന്ന് നുള്ളി പറക്കിക്കൊണ്ട് പോകും. അതുപോലെ അല്ല ഇത്. പവിത്ര നീയുടെ വച്ചടി കയറ്റമാണെന്നാ നാട്ടുകാർ പറയുന്നത്. കണ്ടാലും അത് അറിയാനും. കേറ്റം. ഇന്നലെയും ഞാൻ കണ്ടതാ അങ്ങരുടെ ആ ഭാര്യയെ അരിക്കച്ചവടത്തിന് നടക്കുന്നു. അതെന്തോ നാട്ടിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. അങ്ങേര് ഇനിയിപ്പോ അങ്ങ് കോടീശ്വരനായാലും എനിക്കൊരു മനസ്താപവും. മാമച്ചായം വാ, വന്നിടന്ന് പറഞ്ഞു. എന്തോന്നാ മാമച്ചായ നെല്ലിന് പുതിയ പേരിട്ടോ? അല്ല പഠിക്കരെ, ഓരോ എംബോക്കികളുടെ പണി. നടപ്പടിക്കൽ ആഭാസം എഴുതി വെക്കുക. അല്ല, ഇതാരാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല. ആരാ? മറ്റവൻ തന്നെ. രാത്രി മോട്ടിക്കാൻ ഇറങ്ങിയിട്ടൊന്നും കിട്ടാതെ വരുമ്പം അരിശം നിൽക്കുന്നതാ. പൗത്തന്നെയാണോ പറയുന്നത്? അവനിപ്പോ മോട്ടിക്കാനും നിങ്ങളുടെ ബോർഡ് എഴുതാനൊന്നും നടക്കാൻ നേരമില്ല. അവനിപ്പോ ആരെന്നാ? ആരാന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും അവൻ ഇപ്പം പഴയ കള്ളം പോത്തന്നല്ല. നിധി കിട്ടിയായിരിക്കും. നിധി കിട്ടിയെന്നോ, നോട്ടടവെപ്പാണെന്നോ, പേശയ്ക്ക് ആള് കയറ്റിലാണെന്നോ പലതും കേൾക്കുന്നുണ്ട്. ലക്ഷം വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഭാര്യയുടെ പേർക്ക് 5 പറ കണ്ടവും 15 സെന്റ് പുരയോടും അവൻ എഴുതിക്കുക.